യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വഷളായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനിടയിൽ യുക്രൈന്റെ അതിർത്തി പങ്കിടുന്ന ബാൾട്ടിക് രാജ്യങ്ങളായ ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ എന്നിവിടങ്ങളിൽ റഷ്യൻ ഭാഷയ്ക്കും റഷ്യൻ വംശജർക്കും നേരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് മേഖലയിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. റഷ്യൻ ഭാഷാ വിദ്യാഭ്യാസം നിരോധിക്കുന്നതും റഷ്യൻ വംശജരെ പുറത്താക്കാൻ ശ്രമിക്കുന്നതും പാശ്ചാത്യ രാജ്യങ്ങൾ ബോധപൂർവം വളർത്തുന്ന റെസ്റ്റോഫോബിയ ആണെന്നാണ് മോസ്കോ ഇപ്പോൾ ആരോപിക്കുന്നത്. യുക്രൈനിൽ റഷ്യ സൈനിക നടപടി ആരംഭിച്ചത് മുതൽ ബാൾട്ടിക് മേഖലയിൽ വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ എന്നീ രാജ്യങ്ങളിൽ ഇന്നും വലിയൊരു വിഭാഗം റഷ്യൻ സംസാരിക്കുന്ന ജനങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ രാജ്യസുരക്ഷ മുൻനിർത്തി കടുത്ത ഭാഷാ സാംസ്കാരിക നയങ്ങളാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. റഷ്യൻ ഭാഷയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനും ദേശീയഭാഷയ്ക്ക് പൂർണ്ണ മുൻഗണന നൽകാനുമാണ് ഇവരുടെ തീരുമാനം. തങ്ങളുടെ രാജ്യങ്ങളിൽ ജീവിക്കുന്ന റഷ്യൻ പൗരന്മാരുടെയും റഷ്യൻ വംശജരുടെയും മൗലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായാണ് മോസ്കോ ഈ നടപടികളെ കാണുന്നത്. ബാൾട്ടിക് രാജ്യങ്ങളിലെ റഷ്യൻ സംസാരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുവെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി കുറ്റപ്പെടുത്തി. യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും പിന്തുണയോടെ റഷ്യൻ സംസ്കാരത്തെയും ഭാഷയെയും പൂർണ്ണമായി തുടച്ചു നീക്കാനുള്ള വ്യവസ്ഥാപിതമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് റഷ്യയുടെ പ്രധാന ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ലാത്വിയയും എസ്റ്റോണിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യൻ ഭാഷയെ ലക്ഷ്യം വെക്കുകയല്ല, മറിച്ച് തങ്ങളുടെ ദേശീയ സ്വത്വവും സുരക്ഷയും ശക്തിപ്പെടുത്തുക മാത്രമാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. റഷ്യ തങ്ങളുടെ ഭാഷയെയും വംശജരെയും മറ്റ് രാജ്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുണ്ടെന്നും അതിനെ പ്രതിരോധിക്കേണ്ടത് തങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണെന്നും ബാൾട്ടിക് ഭരണകൂടങ്ങൾ വാദിക്കുന്നുണ്ട്. യുക്രൈനിലെ നിലവിലെ സാഹചര്യങ്ങൾ തന്നെയാണ് ബാൾട്ടിക് രാജ്യങ്ങളെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. റഷ്യൻ വംശജരെയും റഷ്യൻ ഭാഷയെയും സംരക്ഷിക്കാൻ എന്ന വ്യാജേനയാണ് പുടിൻ യുക്രൈനിലേക്ക് സൈന്യത്തെ അയച്ചതെന്ന് ഇവർ ഓർമ്മിപ്പിക്കുന്നു. നാളെ സമാനമായ ഒരു വാദം ഉന്നയിച്ച് റഷ്യ തങ്ങളുടെ രാജ്യങ്ങളിലേക്കും അധിനിവേശം നടത്താനുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ലാത്വിയൻ നയതന്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി റഷ്യൻ പൗരന്മാർക്ക് രാജ്യത്ത് തുടരണമെങ്കിൽ ദേശീയ ഭാഷാ പരീക്ഷ പാസ്സാക്കണമെന്ന കടുത്ത നിയമവും നിലവിൽ വന്നിട്ടുണ്ട്. റഷ്യൻ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനും പാഠ്യപദ്ധതിയിൽ നിന്ന് റഷ്യൻ ഭാഷ ഒഴിവാക്കുന്നതിനുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ രാജ്യങ്ങളിലെ റഷ്യൻ വംശജർക്കിടയിൽ ഉയരുന്നുണ്ട്. തലമുറകളായി ഇവിടെ ജീവിക്കുന്ന തങ്ങളോട് വിവേചനം കാണിക്കുകയാണെന്ന് അവർ ആരോപിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നും രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് തങ്ങളെ വലിച്ചിഴക്കരുതെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ റഷ്യൻ അനുകൂല ചിന്താഗതികൾ രാജ്യത്തിനുള്ളിൽ വളരുന്നത് തടയാൻ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തിയേ തീരൂ എന്ന നിലപാടിലാണ് ബാൾട്ടിക് ഭരണകൂടങ്ങൾ. യുക്രൈനിലും സമാനമായ രീതിയിൽ റഷ്യൻ ഭാഷാ നിയന്ത്രണങ്ങൾ വൻതോതിൽ കർശനമാക്കിയിട്ടുണ്ട്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ റഷ്യൻ പുസ്തകങ്ങൾ, സംഗീതം, മാധ്യമങ്ങൾ എന്നിവയ്ക്ക് ഉക്രൈൻ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. റഷ്യൻ അധിനിവേശത്തിനെതിരെയുള്ള സാംസ്കാരിക പ്രതിരോധമായാണ് ഉക്രൈൻ ഭരണകൂടം ഇതിനെ വിശേഷിപ്പിച്ചത്. വർഷങ്ങളായി യുക്രൈനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ റഷ്യൻ ഭാഷ സംസാരിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് റഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നത് തന്നെ രാജ്യദ്രോഹമായി കാണുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ബാൾട്ടിക് രാജ്യങ്ങളുടെ ഈ നടപടികൾ റഷ്യയെ കടുത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ ജനങ്ങളെ പുറത്താക്കാനോ അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനോ ശ്രമിച്ചാൽ അതിന് കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ബാൾട്ടിക് രാജ്യങ്ങളിലെ റഷ്യൻ വിരുദ്ധ നയങ്ങൾ തുടർന്നാൽ മോസ്കോയ്ക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ലെന്നും ആവശ്യമായ സമയത്ത് തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ഇടപെടാൻ റഷ്യ മടിക്കില്ലെന്നുമാണ് ക്രെംലിനിൽ നിന്നുള്ള പുതിയ സൂചനകൾ. ഈ നയതന്ത്ര തർക്കം വെറുമൊരു ഭാഷാ പ്രശ്നമല്ല, മറിച്ച് നാറ്റോയും റഷ്യയും തമ്മിലുള്ള വലിയൊരു അധികാര മത്സരത്തിന്റെ ഭാഗമാണ്. ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ എന്നീ രാജ്യങ്ങൾ നാറ്റോ സഖ്യത്തിലെ സജീവ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ചെറിയൊരു സൈനിക നീക്കം പോലും നാറ്റോയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറും. ഈ ഭീതി നിലനിൽക്കുമ്പോഴും റഷ്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഷാ നയങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ബാൾട്ടിക് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളും യൂറോപ്യൻ യൂണിയനും ബാൾട്ടിക് രാജ്യങ്ങളുടെ ഈ പുതിയ നയങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്.
ഓരോ പരമാധികാര രാജ്യത്തിന് തങ്ങളുടെ ദേശീയഭാഷയും വിദ്യാഭ്യാസ രീതിയും തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന് അവർ വാദിക്കുന്നു. റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇത്തരം സാംസ്കാരിക മുൻകരുതലുകൾ അത്യാവശ്യമാണെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലയിരുത്തൽ. എന്നാൽ ഇത് റഷ്യൻ വംശജരെ അനാവശ്യമായി പാർശ്വവൽക്കരിക്കുന്ന നടപടിയാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റഷ്യ ഈ വിഷയത്തെ തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രചാരണ ആയുധമാക്കുന്നുണ്ട്. റഷ്യൻ ജനത ലോകമെമ്പാടും വേട്ടയാടപ്പെടുന്നുവെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നുമുള്ള പുടിന്റെ വാദങ്ങൾക്ക് അടിവരയിടാൻ ഈ ഭാഷാ നിരോധനങ്ങൾ കാരണമാകുന്നു. ഇത് റഷ്യൻ ജനതയ്ക്കുള്ളിൽ തീവ്ര ദേശബോധം വളർത്താനും യുക്രൈൻ യുദ്ധത്തിനുള്ള ജനപിന്തുണ വർദ്ധിപ്പിക്കാനും ക്രെംലിനെ സഹായിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഭാഷാ തർക്കം ബാൾട്ടിക് മേഖലയെ കൂടുതൽ കലുഷിതമാക്കാനാണ് സാധ്യത. റഷ്യൻ പൗരന്മാരെ കൂട്ടത്തോടെ പുറത്താക്കുന്ന നടപടികളിലേക്ക് ലാത്വിയ പോലുള്ള രാജ്യങ്ങൾ കടന്നാൽ അതിന് സൈനികമായോ സാമ്പത്തികമായോ മറുപടി നൽകാൻ റഷ്യ തയ്യാറായേക്കും. അതിർത്തികളിൽ ഇതിനോടകം തന്നെ ഇരുവിഭാഗവും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൈനികമായ ഏറ്റുമുട്ടലുകൾക്ക് പുറമെ സാംസ്കാരികവും സാമൂഹികവുമായ തലങ്ങളിലേക്ക് കൂടി റഷ്യ യൂറോപ്പ് യുദ്ധം പടരുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.